ഹലോ കൂട്ടുകാരെ, കേതിൻ്റെ ഏതും തൊട്ടത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ഷെയർ കമൻറ്റ് ഒന്നും മറക്കല്ലേ. നമ്മുടെ കുട്ടികൾക്ക് പോലും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്, മുട്ടത്തോരൻ. അതിനായിട്ട് പാനടുപ്പ് വെച്ച് ചൂടായതിന് ശേഷം നമ്മൾ കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് പച്ചമുളകും സവാളയും, ഞാനൊരു 3 സവാള, ചെറിയ 3 സവാള എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഉള്ളിയും പച്ചമുളകും കൂടി നന്നായിട്ട് എണ്ണയിൽ നമുക്ക് വഴറ്റിയെടുക്കാം. നമുക്കിനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് തന്നെ നമ്മൾ ഉള്ളിയെ വാട്ടിയെടുക്കണം. നന്നായി വാട്ടിയെടുക്കുമ്പോഴൊരു പ്രത്യേക ടേസ്റ്റില്ല. ഉള്ളി വാടി വരുമ്പോഴൊരു പ്രത്യേക ടേസ്റ്റില്ല. ചിലർക്കാണെങ്കിൽ ഉള്ളി ഇങ്ങനെ കടിക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ അധികം വാട്ടേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് വരട്ടി കൊടുക്കാം. ഒരു 3/4 ഭാഗത്തോളം വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് മസാല ചേർത്തെടുക്കാം. ആകെ 2 മസാല മാത്രമേ നമ്മളിതിൽ ചേർക്കുന്നുള്ളൂ. മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും മാത്രമാണ് നമ്മുടെ ആകെയുള്ള മസാല. അത് ഇട്ട് നമുക്ക് നന്നായിട്ടിനെ ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ഒതുക്കിയെടുക്കണം. ആ മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ഒരു പച്ച കുത്തലുണ്ടല്ലോ, ആ കുത്തൽ മണമൊക്കെ ഒന്ന് മാറണം. മഞ്ഞൾപ്പൊടി വേണ്ടാത്തവർക്ക് അത് ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് ഈ രീതിയിലേ വെക്കാവൂ, ആ രീതിയിലേ വെക്കാവൂ ഒന്നുമില്ല. ഉപ്പും ഉള്ളിയും പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് ഇതിലെ മെയിൻ ഐറ്റം. അല്ലാതെ പ്രത്യേകിച്ചൊക്കെ ചേർക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. നാളികേരം ചേർക്കുന്ന വീഡിയോ നമുക്ക് ഡിലീറ്റ് ആയിപ്പോയി, അത് കാരണം അത് കാണിക്കാൻ പറ്റിയില്ല. ഒരു 1/2 കപ്പ് നാളികേരം ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള മുട്ട, ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇനിയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള മുട്ട ചേർക്കുന്നത്. ഞാനിവിടെ 3 മുട്ടയാണ് ചേർത്തിരിക്കുന്നത്. മുട്ടയുടെ അളവും നിങ്ങൾക്ക് കൂട്ടാം. കുറച്ചുകൂടി ഉപ്പ്, ഇപ്പോഴേ നമുക്ക് ഉപ്പിടാൻ പറ്റൂ. ഇത് കഴിഞ്ഞ് നമുക്ക് ഉപ്പിട്ട എല്ലായിടും കറക്റ്റായിട്ട് കിട്ടില്ല, അവിടെ ഇവിടെയൊക്കെ നമുക്ക് ഉപ്പ് കടിക്കും. മുട്ട 4 ആക്കാം, 5 ആക്കാം. നാളികേരം വേണ്ടാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. എന്തായാലും ഒരു തവണ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. കൊള്ളാമോന്ന് നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്നെ അറിയിക്കാനും മറക്കല്ലേ. നന്നായിട്ട് ചിക്കി തോത്തണം. ഇത് ചെറിയ ഫ്ലെയിമിൽ ഇട്ട് ചിക്കിയിട്ട് നമ്മൾ വീണ്ടും കൂട്ടിക്കൊടുക്കുക. കുറച്ച് അങ്ങനെ വേണം നമ്മൾ ഇത് ചിക്കി തോത്തി കൊടുക്കാൻ. ഇതിനിപ്പോൾ നമ്മൾ ഇത് പരസ്പരം വിട്ട് വരുന്ന ഇതേ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ കറക്റ്റ് പരുവെന്ന് പറയുന്നത് ഇതാണ്. വെളിച്ചെണ്ണയിൽ മുട്ടയും നാളികേരവും ഉള്ളിയൊക്കെ ഇങ്ങനെ വാടി വെന്ത് വരുന്നൊരു മണമുണ്ട്. അടിപൊളിയാണ്. ചോറിൻ്റെയോ ചപ്പാത്തിയുടെയോ ഒക്കെ കൂടെ നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പേരാണ് മുട്ടത്തോരൻ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റായിട്ട് ട്രൈ ചെയ്തിട്ട് അറിയിക്കണം. നമുക്ക് പെട്ടെന്ന് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ ചോറ് കൊടുത്തു വിടാനോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ കറിയില്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ടാറ്റ, ഓക്കെ, ബൈ.